ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പുതിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അത്ര പുതിയതല്ല, എന്നാലും പുതിയതാണ്. അതായത് നമ്മൾ നല്ല ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് തന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ സോപ്പിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ മുൻപ് നമ്മുടെ പിക്കിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തവർ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്യുന്നത് അനുസരിച്ചൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ സോപ്പ് ആ ഒരു രീതിയിൽ തന്നെ സെല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതായത് നമ്മുടെ സോപ്പ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പൊ നമ്മൾ എന്തിനാ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ സോപ്പ് അയച്ചു കൊടുക്കുന്നത്, ഇതിന്റെ സോപ്പ് സെല് ചെയ്തെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെ. അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന സോപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ സ്കിന്നിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അത് ഒട്ടനവധി കെമിക്കൽസ് കൂടി ചേർന്നിട്ടാണ് ഈ ആ ഒരു സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കറിയാലേ, ഇപ്പൊ ചന്ദനത്തിന്റെ മണമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സോപ്പിനകത്ത് എത്രത്തോളം ചന്ദനം ഉണ്ടാവുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചന്ദനത്തിന് അത്രയധികം റേറ്റ് ഉള്ള ഒരു സാധനമാണ് യഥാർത്ഥമായിട്ടുള്ള ചന്ദനം. പക്ഷെ നമുക്ക് ഈ 20 രൂപയ്ക്ക് 25 രൂപയ്ക്ക് കിട്ടുന്ന സോപ്പിനകത്ത് ഒരിക്കലും ചന്ദനം ഉണ്ടാവത്തില്ല. അതിന്റെ ഒരു മണം, ആ ഒരു ഫ്രാഗ്രൻസ് മാത്രമാണ് ഉണ്ടാവുക. അതേസമയം നമ്മുടെ ഈ ഒരു സോപ്പിനകത്ത് നമ്മൾ ചന്ദനം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ എസെൻഷ്യൽ ഓയിൽ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ചന്ദനം ഉണ്ട് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ മഞ്ഞൾ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ യഥാർത്ഥ മഞ്ഞൾ നമ്മൾ ചേർത്തത് കൊണ്ടാണ് മഞ്ഞൾ സോപ്പ് എന്ന് പറയുന്നത്. മഞ്ഞൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എവിടെന്നെങ്കിലും കിട്ടുന്ന കുറച്ച് എന്താ പറയാ പൊടിയോ എന്തെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യാന്നല്ല, നമ്മൾ യഥാർത്ഥ മഞ്ഞൾ വാങ്ങിച്ച് അരച്ച് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ സോപ്പിൽ ചേർത്തേക്കുന്ന ഒട്ടനവധി ഇൻഗ്രീഡിയൻസുകൾ, ഹെർബൽസ് ഉണ്ട്, ഓയിൽസ് ഉണ്ട്, എല്ലാം നമ്മൾ പരമാവധി നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ അരച്ച് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുന്നത് തന്നെ നമ്മൾ മാക്സിമം എസെൻഷ്യൽ ഓയിലുകൾ കിട്ടുന്ന നല്ല കടകൾ നോക്കി അന്വേഷിച്ച്, കടകളോ ഓൺലൈൻ ഷോപ്പുകളൊക്കെ അന്വേഷിച്ചിട്ട് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും അത്രത്തോളം നമ്മൾ നോക്കിയിട്ടാണ് നമ്മുടെ സോപ്പിലേക്ക് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഫുൾ ബോഡിക്ക് നമുക്ക് ആ ഒരു എന്താ പറയാ സ്കിൻ കെയർ കിട്ടാൻ കേട്ടോ. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും, സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് കുറെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീമുകളും ലോഷനുകളൊക്കെ മേടിച്ചിട്ട് മുഖത്ത് തൂക്കും, കയ്യിൽ തൂക്കും, കുറച്ചൊക്കെ നമ്മൾ കാലിലും തൂക്കും. പക്ഷെ നമ്മുടെ ഫുൾ ബോഡിക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഈ കിട്ടുന്ന കെമിക്കൽസ് ഫുൾ അടങ്ങിയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ച് തേച്ചൊരച്ചങ്ങ് കുളിച്ച് ഫുൾ അങ്ങ് പതപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ നല്ല സ്കിൻ കെയർ എന്ന് പറയുന്ന എല്ലാ കെയറും ആ ഒരു വഴിക്ക് തന്നെ പോകും അല്ലെ. അപ്പൊ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുത്തേക്കുന്ന നമ്മുടെ ഈ ഒരു സോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ ഡാമേജും വരത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സോപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു ടൈപ്പ്, ഓയിൽ സ്കിന്നുകാർക്ക് വേറൊരു ടൈപ്പ്. കോമൺ ആയിട്ട് ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും വെയിലോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു സോപ്പ്, അത് നമ്മൾ ഹെർബൽസ് അടങ്ങിയ സോപ്പാണ് അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് യൂസ് ചെയ്യാനായിട്ട് ഹെർബൽസ് വെച്ചിട്ടുള്ള ഒരു സോപ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബോഡിയിൽ ചെറിയ കുരുക്കള് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ റോയൽ ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സോപ്പ്. നമ്മുടെ റോയൽ ബാത്തിലൊക്കെ 10-22ഓളം ഹെർബൽസും കാര്യങ്ങളൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പൊ അത്രയും നല്ല അടിപൊളി സോപ്പുകളാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ സോപ്പിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പൊ നമ്മൾ നല്ല സോപ്പ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാലും ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു, അതിനുള്ള സാധനങ്ങൾ എന്താണ് എന്നൊക്കെ, കെമിക്കൽ ഇല്ലാതെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. യാതൊരുവിധ ഹാഷ് കെമിക്കൽസും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. 100% നമുക്കത് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കോക്കനട്ട് ഓയിൽ, അതിന്റെ കൂടെ ഓരോ സോപ്പിന്റെയും വേരിയേഷൻസിനനുസരിച്ച് ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, അതുപോലെ തന്നെ ബട്ടറുകൾ, ഷിയ ബട്ടർ, മാംഗോ ബട്ടർ, അങ്ങനെ ഉള്ള ബട്ടറുകൾ, പിന്നെ വരുന്നത് കൊക്കോ ബട്ടർ, അങ്ങനെ നമ്മൾ പല പല വെറൈറ്റീസ് ഓഫ് ബട്ടേഴ്സ്, ഇതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സോപ്പ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ സോപ്പിന് അപ്പൊ കളർ ഉണ്ടല്ലോ, മണം ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. കളറും മണം ഒക്കെ വരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ സോപ്പിന് കുറച്ച് ഹാർഡ്നെസ് കിട്ടാനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലേകളും അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിലുകളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ലാവൻഡർ സോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാവൻഡറിന്റെ ഫ്ലവർ നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ പറിച്ചു കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ എസെൻഷ്യൽ ഓയിൽ വാങ്ങിച്ചിട്ട് ആ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സോപ്പ് നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്നത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ മാക്സിമം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ സോപ്പുകൾ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ.
അപ്പൊ ഞാൻ ഇനി നമ്മുടെ സോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ നോർമലി നമ്മൾ അയച്ചു കൊടുക്കുന്ന ടൈമിൽ ചെയ്തെടുത്തേക്കുന്ന ഒരു പാക്കിംഗ് ആണ്. അതായത് ഇത് നമ്മളിങ്ങനെ ലേബിൾ ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നു. ഇതിന്റെ ഉള്ളിൽ നമ്മുടെ സോപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ നമ്മളിത് അയക്കുന്ന രൂപമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതല്ലാണ്ട് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തേക്കുന്ന ഒരു പരുവത്തിലുള്ള ഈ ഒരു രീതിയിലെ പാക്കിങ്ങിലാണ് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ, ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സോപ്പുകൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്നുണ്ടാക്കി നാളെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളൊരു 45 days നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ ക്യൂറിംഗ് ടൈം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് സെല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ക്യൂറിംഗ് ടൈം ഒക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എടുത്തു വെക്കുന്ന ടൈമിൽ ഇത് എന്നാണ് നമ്മളിത് പാക്ക് ചെയ്ത് വെക്കുന്നത്, നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്, അതുപോലെ ഏത് സോപ്പാന്നുള്ളത് നമ്മളിവിടെ ലേബിൾ ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസിക് സോപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇത്തരത്തിൽ ചെയ്തെടുക്കുന്ന സോപ്പുകളെ നമ്മൾ നാച്ചുറൽ സോപ്പുകൾ അതുപോലെ തന്നെ ആർട്ടിസണൽ സോപ്പുകൾ എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കുന്ന ആളുകളുടെ ഒരു ആർട്സ്, അവരുടെ ആ ഒരു കഴിവും കൂടി നമ്മൾ ഈ ഒരു സോപ്പിൽ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആർട്ടിസണൽ സോപ്പ് എന്നും കൂടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സോപ്പ് 2 ഷെയ്ഡിലാണ് ചെയ്തെടുത്തേക്കുന്നത്. 2 ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അത്ര ഡീപ്പ് അല്ല, എന്നാലും ലൈറ്റ് ആയിട്ട് ഇത് കണ്ടോ, ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു കളറും അതിന്റെ കൂടെ തന്നെ ചെറിയൊരു വൈറ്റ് ഷെയ്ഡും കൂടെ കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസിക് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അതിന്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ലേബലും കൂടെ കൊടുത്തിട്ടുണ്ട്. പിഗ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലേബലും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ പരിപാടിയും ഞാൻ എന്റെ കൈ കൊണ്ട് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറുതായിട്ടൊരു ഷേപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ ഉണ്ടാവുമായിരിക്കും. കാരണം എല്ലാം നല്ല പെർഫെക്റ്റ് കട്ടിങ്, മെഷീൻ കട്ടിങ് അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ കൈ കൊണ്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ലേബൽ അടക്കം നമ്മൾ കൈ കൊണ്ട് അടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മോൾ ഭാഗം ഞാൻ ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലാസിക് സോപ്പ്. സംഭവം പേര് മാത്രമല്ല ക്ലാസിക്, സംഭവം നല്ല ക്ലാസിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ആൽമണ്ട് ഓയില്, ഒലിവ് ഓയില്, കാസ്റ്റർ ഓയില്, കോക്കനട്ട് ഓയില് ഇത്രയും സാധനങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ, അതായത് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് മുരിഞ്ഞു വരിക, ഭയങ്കര ഇങ്ങനെ വലിയുന്ന പോലെ ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. കാരണം നമ്മൾ സ്കിൻ കെയറിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരുപാട് എമൗണ്ട് നമ്മൾ അതിൽ ചിലവാക്കാറുണ്ട്. അപ്പൊ അത്രയൊന്നും വരത്തില്ല, ഭയങ്കര ലൈറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മുടെ ക്ലാസിക്. ഇത് കണ്ടോ, അതുപോലെ തന്നെ നല്ല ലൈറ്റ് സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഒരു ഡൗട്ട് വരാൻ പോകുന്നത്, ഇങ്ങനെ ചെയ്തെടുക്കുന്ന സോപ്പുകൾക്കൊക്കെ പത ഉണ്ടാവുക, കാരണം കുളിക്കുമ്പോൾ എനിക്ക് കുറച്ച് പത വേണം, അപ്പോഴാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഉറപ്പായിട്ടും നമ്മുടെ സോപ്പിന് നല്ല അടിപൊളിയായിട്ട് പതയും ഉണ്ടാവും. ഞാൻ ഒരു വട്ടം അത് യൂസ് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലാസിക് സോപ്പ്. ഇത് ഞാൻ ജസ്റ്റ് മാറ്റിയോടെ വെക്കുകയാണ്. അതുപോലെ നമുക്ക് അടുത്ത സോപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ റോയൽ ബാത്തിൽ വരുന്നതാണ്. റോയൽ ബാത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഗ്രീൻ ആൻഡ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതിനൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാതി പോർഷൻ ഗ്രീനും ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ തന്നെ കാരണം എന്താ, നമ്മുടെ പകുതി ഹെർബൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തുളസി, അലോവേര, അതുപോലെ ആര്യവേപ്പ്, മഞ്ഞൾ, അങ്ങനെ കുറെ ഹെർബൽസ് യൂസ് ചെയ്തിട്ടാണ് പകുതി പോർഷൻ നമ്മൾ ചെയ്തേക്കുന്നത്. അതിന്റെ ബാക്കി വരുന്ന റെഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് സാൻഡല്, മഞ്ചിഷ്ട, അങ്ങനെ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ റെഡ് സൈഡിലേക്കും കൊടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ബ്രൗൺ കളറിലുള്ള ക്ലേയും കൂടെ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഇത് പക്ക ഈ ഒരു കളറിലേക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ഈ ഒരു ബ്രൗൺ കളർ ഫുള്ള് നമ്മൾ റെഡ് സാൻഡിൽ കൊടുത്ത് ഉണ്ടാക്കിയ ബ്രൗൺ കളറാണെന്ന് ഞാൻ ഒരിക്കലും ഫേക്ക് ചെയ്യുന്നില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ബ്രൗൺ കളറിലുള്ള ക്ലേയും കൂടി കൊടുത്തിട്ടാണ് നമുക്ക് ഇത്രയും ബ്രൗൺ കളർ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു സോപ്പ്. ഇതിന്റെ മുകളിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതേ നമ്മൾ ലേബലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടെ കാണാം കേട്ടോ. ഇനി ഞാൻ അടുത്തായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, ഇത് നമ്മുടെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട്, ഇത് നമ്മുടെ ഹണി, ഓട്ട് മിൽക്ക്, അതുപോലെ തന്നെ ടർമറിക്, ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മളൊരു ഹണി കോംബ് ആ ഒരു ലുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ ഇത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലിൽ തന്നെയാണ് ഈ ഒരു സോപ്പും വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഹണിയും അതുപോലെ തന്നെ ഓട്ട് മിൽക്ക് ഒക്കെ വരുമ്പോൾ ഈ ഒരു കളർ എങ്ങനെ വന്നു എന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഓട്ട് മിൽക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നോർമലി വൈറ്റ് വരും. പക്ഷെ നമുക്ക് സോപ്പിന്റെ ആ ഒരു ഫോമിലേക്ക് ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മുടെ ടർമറിക്, നമുക്കിപ്പോ നോർമലി അറിയാം, നമ്മൾ കുറച്ച് മഞ്ഞളിലേക്ക് ഒരു അല്പം സോപ്പിന്റെ പത എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ ഒരു റെഡിഷ് കളറിലേക്ക് ചേഞ്ച് ആവുന്നതായിട്ട് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കസ്തൂരി മഞ്ഞളും നമ്മുടെ നോർമൽ ആയിട്ടുള്ള മഞ്ഞൾ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു സോപ്പിന്റെ കണ്ടന്റിലേക്ക് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഈ കളർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു രീതിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നതാണ്. അല്ലാണ്ട് നമ്മളായിട്ട്
ക്ലെയർസ് ഒന്നും കൊടുത്ത് ഷിഫ്റ്റ് ചെയ്തതല്ല, ഇത് തനിയെ തന്നെ ഈ ഒരു കളറിലേക്ക് മാറിയതാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഓട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് ഇറിറ്റേഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യും, സ്കിന്ന് ക്ലീൻ ആവാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓട്സ്. അപ്പൊ നമ്മൾ ഈ ഒരു ഓട്സിന്റെ ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്സ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ സ്കിന്നിലെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് ഒന്നും റിമൂവ് ചെയ്യത്തില്ല കേട്ടോ. അതുപോലെ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന വേറൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഹണി. ഹണി നമ്മുടെ സ്കിൻ കെയറിലേക്ക് നമ്മൾ നാച്ചുറലി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഒരു ഹണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള ഹണിയും ഓട്സും അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് ടെർമറിക് അല്ലെങ്കിൽ എന്താ പറയുക കസ്തൂരി മഞ്ഞള്, അതിന്റെ കൂടെ നമ്മുടെ നോർമൽ നാടൻ സാധാരണ ആയിട്ടുള്ള മഞ്ഞള്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് റെഡിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു സോപ്പുകളിലേക്കൊക്കെ യൂസ് ചെയ്തേക്കുന്നത് ഹണി ഡേറ്റേടി എന്റെ കൂടെ പോന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നാച്ചുറൽ ആയിട്ടല്ല, നമ്മൾ നല്ല ഒറിജിനൽ കാട്ടുതേൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് നിർമ്മിച്ചേക്കുന്നത്. നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഹണിയൊക്കെ എത്രത്തോളം നല്ലതായിരിക്കും, അതിനുള്ള തേനിന്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ട്, ഷുഗർ കണ്ടന്റ് എത്രത്തോളം ഉണ്ട്, പഞ്ചസാര എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് അറിയത്തില്ല. ഇത് നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹണി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് റെഡിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു രണ്ടെണ്ണം കൂടെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നമ്മുടെ ഹെർബൽ കെയർ ആണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ സ്കിന്നിലേക്ക് നമുക്ക് വെയിലത്തൊക്കെ പോകുമ്പോൾ സ്കിന്നിന് ഇറിറ്റേഷൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സോപ്പാണ് നമ്മുടെ ഹെർബൽ കെയർ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോയൽ ബാത്തിലുള്ള അത്രയധികം ഹെർബൽസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് കുറച്ചും കൂടി ഹെർബൽസിന്റെ അളവ് ഇതിൽ കുറവായിരിക്കും. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് സ്കിന്നിൽ വെയിലത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ മെയിൻലി കാസ്റ്റർ ഓയിലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ സ്കിന്നിൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ തടിപ്പ് അങ്ങനെയൊക്കെ വരുന്ന പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് മുൻപത്തേതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്ന ഹെർബൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ അലോവേര, തുളസി, നീം, അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയില്, ഒലിവ് ഓയില്, അങ്ങനെയുള്ള ഓയിൽസുകൾ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സോപ്പിലേക്ക് നമ്മളിപ്പോൾ മഞ്ചിഷ്ട അല്ലെങ്കിൽ നാൽപ്പാമരാതി അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് ചേർക്കുന്നത് ഒലിവ് ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ചേർക്കുന്നത്. അത് ഞാൻ എങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഒരു മാസത്തോളം ഒലിവ് ഓയിൽ ഇതൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സോപ്പുകൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഞാൻ അത് എങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, എന്റെ സ്റ്റോക്കുകൾ, ഞാൻ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് സൂക്ഷിച്ചേക്കുന്നത് എന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മുകളിലാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഹെർബൽ കെയർ കേട്ടോ. ഇത് നല്ല അടിപൊളി സോപ്പാണ്. അതുപോലെ നല്ല ലൈറ്റ് സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഹെവി സ്മെല്ലൊന്നുമില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കുളിച്ച് പെട്ടെന്ന് മേത്ത് കുറെ ഉരച്ചിട്ട് ഇറങ്ങി പോരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് എത്രത്തോളം ഫീൽ ചെയ്യുന്ന എനിക്കറിയത്തില്ല. നമ്മൾ കുറച്ചൊന്ന് ഫീൽ ചെയ്ത് കുളിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സോപ്പ് ഇന്നൊന്ന് കുളിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കുളിച്ചു നോക്കുക. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ സ്കിന്നിന് വരുന്ന ഡിഫറൻസ് നമ്മളൊന്ന് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിച്ചാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അതായത് നോർമലി നമ്മൾ കുളിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ട് ഇറങ്ങി ഇങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാലൊക്കെ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഒരു വൈറ്റ് പാട് വരത്തില്ലേ, അപ്പൊ അതൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സോപ്പും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ റോസ് പെറ്റൽസ് ആണ് ആ ഒരു സോപ്പ് വരുന്നത്. അതും കൂടെ ഞാൻ എടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പത്തേ നമ്മുടെ റോസ് പെറ്റലും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് റോസ് പെറ്റൽ എന്ന് പേര് മാത്രമല്ല, നമ്മൾ പെറ്റൽസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ ഈ ഒരു സോപ്പ് ഇങ്ങനെയാണ് വരുന്നത്, ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത്. നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും റോസ് പെറ്റൽസ് നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് റോസിന്റെ പെറ്റൽസ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട്, ഭയങ്കര ഫൈൻ ആയിട്ട് പൊടിച്ചിട്ടില്ല, എന്നാൽ നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുത്ത് റോസ് വാട്ടർ യൂസ് ചെയ്ത് അതിന്റെ കൂടെ റോസ് പെറ്റൽസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സോപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തേക്കുന്നത്. വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്മെറ്റിക് ഗ്രേഡിൽ വരുന്ന ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് നമ്മുടെ ഈ ഒരു സോപ്പൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ഏകദേശം നമ്മുടെ സോപ്പുകളൊക്കെ കണ്ടു. ഈ ഒരു രീതിയിൽ പല വെറൈറ്റീസിലാണ് നമ്മൾ സോപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ ഞാനൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഓയിലുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്തേക്കുന്ന സ്ഥലം. നമ്മുടെ കരിയർ ഓയിലുകൾ നമ്മൾ ഇവിടെ അധികം അങ്ങനെ വെച്ചിട്ടില്ല. കരിയർ ഓയിൽ നമ്മൾ അപ്പുറത്താണ് വെക്കുന്നത്. അതുപോലെ നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ എല്ലാം നമ്മൾ അപ്പുറത്താണ് വെച്ചേക്കുന്നത്. അതല്ലാതെയുള്ള നമ്മുടെ എസെൻഷ്യൽ ഓയിലുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. ലാവൻഡർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, വൈറ്റമിനി ഉണ്ട്, ടീ ട്രീ ഉണ്ട്, ഇത്
നമ്മുടെ കരിഞ്ജീരകത്തിന്റെ ആണ്, ഇത് ലെമൺ ഗ്രാസ്, അങ്ങനെ നമ്മുടെ എസെൻഷ്യൽ ഓയിലുകളെല്ലാം നമ്മളിത് ഇവിടെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒലിവ് ഓയിലിനകത്ത് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതെ, ഇത് നമ്മൾ മഞ്ചിഷ്ട ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ ഓരോ ടൈം യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കുറയും. അപ്പൊ ഇത് ഫുൾ ഫിനിഷ് ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത ബാച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഒരു 1 month ഒക്കെ നമ്മൾ അതിന് ടൈം കൊടുത്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ചുമ്മാ ഇട്ട് വെക്കുകയല്ല, ഇതിനെ നമ്മൾ ഡബിൾ ബോയിൽ ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇട്ട് വെക്കുന്നത്. അത് നമ്മൾ ഇടയ്ക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ഓയിലിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വരാനായിട്ട് ഇതിപ്പോ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഫുൾ ആ ഒരു ഡാർക്ക് കളറിലേക്ക് വരും കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ മഞ്ചിഷ്ടയാണ്. അതുപോലെ നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന ബാക്കി ഐറ്റംസ് ഒക്കെയാണ് ഇത് വരുന്നത് നമ്മുടെ ത്രിഫല. നമ്മൾ 3 ഫലങ്ങൾ ചേർന്ന് നെല്ലിക്കൊക്കെ ചേർന്നിട്ടുള്ള ത്രിഫല ഇല്ല, അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഡാർക്ക് കളറിലേക്ക് വരും. അപ്പൊ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഓയിൽ എടുത്ത് നമ്മുടെ സോപ്പുകൾ ചെയ്യുന്നതുകൊണ്ടാണ് സോപ്പിനൊക്കെ വേറെ കളറുകൾ, ഇപ്പം മഞ്ഞളിന്റെ സോപ്പ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറൊക്കെ കിട്ടാത്ത അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ റെഡ് സാൻഡിലാണ്, റെഡ് സാൻഡില്. അതുപോലെ ഇത് വരുന്നത് നമ്മുടെ നാൽപ്പാമരാതി, നമ്മുടെ നാൽപ്പാമരാതിയാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ നാൽപ്പാമരാതി. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒലിവ് ഓയിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പൊ ഒലിവ് ഓയിൽ ഇട്ട് വെച്ചാലേ നമുക്ക് കുറച്ചധികം നാൾ ഇതിങ്ങനെ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. കോക്കനട്ട് ഓയിൽ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കനച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒലിവ് ഓയിലാണ് ഇട്ട് വെക്കുന്നത്. ഇത് നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒലിവ് ഓയിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേറൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലേകളാണ്. ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ ക്ലേകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതെല്ലാം നാച്ചുറൽ ക്ലേകളാണ്, പല പല കളേഴ്സ് വരാനൊക്കെ ആയിട്ട് എടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ക്ലേകളാണ്. അതുപോലെ ഒലിവ് ഓയിലുകൾ, ഇത് നമ്മുടെ ബട്ടറുകളാണ്. ഇത് ഷിയ ബട്ടർ, അതുപോലെ ഇത് മാംഗോ ബട്ടർ, അതുപോലെ ഇതിനകത്ത് വരുന്നത് കൊക്കോ ബട്ടർ. അങ്ങനെ നമ്മുടെ ബട്ടേഴ്സുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെർബൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം നമ്മുടെ വീട്ടിലുള്ളത് അങ്ങനെ യൂസ് ചെയ്യും, അല്ലാത്തത് മാർക്കറ്റിൽ നമ്മൾ അപ്പം ഹെർബൽസ് വാങ്ങിച്ച് അതിനെ നമ്മൾ അരച്ചിട്ടോ അല്ലെങ്കിൽ പൊടിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണക്കി പൊടിച്ചിട്ടൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഏകദേശം ഓയിൽസ് വരുന്ന സ്റ്റോക്കുകൾ. നമ്മൾ അതുപോലെ നമ്മുടെ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐറ്റംസ്, അതായത് നമ്മുടെ ബട്ടറുകൾ അതുപോലെയുള്ള എസെൻഷ്യൽ ഓയിലുകളൊക്കെ നമ്മൾ ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്നാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസും ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് യൂസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സോപ്പുകളാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അതുകൂടാതെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എന്റെ സ്കിന്നിന് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു രീതിയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സോപ്പ് ചെയ്തു കൊടുക്കും. പക്ഷെ ഒരു 45 days അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് 45 days കഴിയാതെ ഇവിടുന്ന് സോപ്പ് നമ്മൾ പുറത്തേക്ക് കൊടുക്കത്തില്ല. അതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സോപ്പിലേക്ക് നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഹാഷ് കെമിക്കൽസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഓയിൽസ് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സോപ്പ് എന്ന് പറയുന്ന ഒരു ഫോം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ അതിനകത്തേക്ക് യൂസ് ചെയ്യുന്ന ഒരേ ഒരു ആൽക്കലി ഉണ്ട്. ആ ആൽക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വരുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും സോപ്പ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ക്യൂറിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 45 days വരും. അപ്പൊ അത്രയും ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഓൾറെഡി നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് റെഡി ആയതിനു ശേഷം മാത്രമായിരിക്കും നമ്മളത് റെഡി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള മെസ്സേജസ് അല്ലെങ്കിൽ എന്താ പറയുക പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് സെല് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ഒരു 45 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ നമ്മുടെ നല്ല അടിപൊളി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഡിഫറെന്റ് വെറൈറ്റീസിലുള്ള സ്കിൻ കെയറിന് പറ്റിയ നല്ല അടിപൊളി പിഗ്മ ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അടുത്ത് വരുന്ന വീഡിയോകളിലായിട്ട് ഞാൻ ഓരോ സോപ്പുകളിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഓരോ സോപ്പ് യൂസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് ചേർത്തേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ തുടർന്ന് തരാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പൊ അതേ നല്ല കളർഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ നോക്കി എത്ര കളേഴ്സിൽ എത്ര ഡിസൈൻസ് നല്ല അടിപൊളിയായിട്ടില്ലേ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ കാണാം. അപ്പൊ ഈ ഒരു സൂപ്പർ സോപ്പ് നിങ്ങൾക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. വാട്സ്ആപ്പ് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മളിത് അയച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്കിൻ ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കുളിക്കുന്നത് വഴി നിങ്ങളുടെ ഓൾ ബോഡി ഫുൾ ബോഡീനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് സ്കിൻ കെയർ ചെയ്ത് ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. അപ്പൊ ഈ ഒരു സോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ സോപ്പ് വേണ്ടാന്നുണ്ടെങ്കിലും എന്താ പറയാ അവർക്ക് അത് ചിലപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പൊ വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പൊ സോപ്പ് ഓർഡർ ചെയ്യാനായിട്ട് മറക്കണ്ട. എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോ, ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും കേട്ടോ. ബൈ.